ഇത് ബ്രോക്കോളി എന്ന ഇനത്തിൽപ്പെട്ട ഒരു കൃഷിയാണ്. കോളിഫ്ലവർ പോലെയാണ് ഇതിൻ്റെ കൃഷി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രോക്കോളി, ഇംഗ്ലീഷിലും ബ്രോക്കോളിയാണ്. ബ്രാസിക്ക ഒറലിക്ക വാറിറ്റാലിക്ക, അതാണ് ശാസ്ത്രീയ നാമം. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. വളരെ മനോഹരമായ കൃഷിയാണ്. ഈ കാണുന്നത് ചൈനീസ് ക്യാബേജ് ആണ്. ചൈനീസ് ക്യാബേജ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ് ചൈനീസ് ക്യാബേജ്. ബ്രാസ്, അതിൻ്റെ ശാസ്ത്രീയ നാമം ബ്രാസിക് റപ്പാട്ട് സബ് പിക്കിനി റിപ്സിസ്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ കൃഷി രീതി ഇതാണ്. ഇതിൻ്റെ കാഴ്ച ചൈനീസ് ക്യാബേജ്. അത് ചൈനക്കാർ കണ്ടുപിടിച്ചതാണോ എന്ന് അറിയില്ല. ഇതിൻ്റെ പേര് ചൈനീസ് ആണ്. ഇത് മണിച്ചോളം, മക്കച്ചോളം മണിച്ചോളം, രണ്ട് ചോളമുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് കാലിത്തീറ്റയ്ക്ക് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഷൈലേജ് ഉണ്ടാക്കുന്ന സമയത്ത്. ഷൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കച്ചോളവും മണിച്ചോളവും മറ്റുള്ള പുല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ട് അത് ഒരു വലിയ വീപ്പയിലോ വലിയ ടാങ്കിലോ അത് നിക്ഷേപിച്ചിട്ട് അതിൻ്റെ വായു മുഴുവൻ നീക്കം ചെയ്തിട്ട് ശർക്കര ലായനി തളിക്കുക. എന്നിട്ട് അത് നല്ല ഭദ്രമായി മൂടി വെക്കുക. അങ്ങനെ മൂടി വെക്കുന്നതാണ് ഷൈലേജ്. നമ്മുടെ മഴക്കാലത്ത് ധാരാളം പുല്ലുകൾ സുലഭമായി കിട്ടുന്ന സമയത്ത് ആ പുല്ലുകൾ സ്റ്റോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൃഷി സമ്പ്രദായ രീതിയാണ്. അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഷൈലേജ് എന്ന് പറയുന്നത്. അത് വേനൽക്കാലത്ത് പശുക്കൾക്ക് ധാരാളമായി കൊടുക്കാം. ഈ ഷൈലേജ് വളരെ നല്ലതായ രീതിയിൽ അത് പരിപാലിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഈട് നിൽക്കും. ഇത് എല്ലാവർക്കും പരിചയമുള്ള മധുരക്കിഴങ്ങ് എന്ന കൃഷിയാണ്. മധുരക്കിഴങ്ങ് തന്നെ 2-3 ഐറ്റം ഉണ്ട്. ഒന്ന് വെള്ള, ചുവപ്പ്, മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത, നമ്മുടെ ലുലു മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1 കിലോ മധുരക്കിഴങ്ങിന് 300-400 രൂപ കൊടുക്കണം. നമ്മുടെ നാട്ടിൻ മൃഗങ്ങളിൽ ഇത് വളരെ സുലഭമായി ഉണ്ടാവും. ഇത് 3 മാസം കൊണ്ട് വിളവെടുക്കാം. ഇത് ഏത് കാലത്തും ഉണ്ടാക്കാം. മഴക്കാലം, വേനൽക്കാലം എന്നില്ല, ഏത് കാലത്തും ഇതുണ്ടാക്കാം. ഇത് വിളവ് ആയി എന്ന് അറിയുന്നത് ഇതിൻ്റെ പൂവിടൽ കൊണ്ടാണ്. ഇതിൻ്റെ വിളവ് ആയി എന്ന് നമുക്കറിയുന്നത്. ഇത് ഇവിടെ എഴുതി വെച്ചത് ശർക്കരക്കിഴങ്ങ് എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നാമം നമുക്ക് നോക്കാം. ഇപ്പോമിയോ ബറ്റാറ്റസ്. ശർക്കരക്കിഴങ്ങും മധുരക്കിഴങ്ങും ഇതെല്ലാം ഇതിനറിയും. നമ്മുടെ വയറിനൊക്കെ വളരെ ശോധനയ്ക്ക് ഏറ്റവും നല്ല സംഗതിയാണ് മധുരക്കിഴങ്ങ്. ഇത് പന്നിശല്യമുള്ള സ്ഥലത്ത് ഇതുണ്ടാക്കിയാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മധുരക്കിഴങ്ങുള്ളിടത്തേക്ക് പന്നി തെരഞ്ഞു വരും. അത് അത്രക്കും പന്നികൾക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ വള്ളിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ചെറിയ ഒരു മൂട് വള്ളി ഉണ്ടായാൽ ഒരുപാട് കിഴങ്ങുണ്ടാക്കാം. ഈ കാണുന്നത് ബജ്ര എന്ന കൃഷിയാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം പേൾ മില്ലറ്റ്, പിനിസിസ്റ്റം ഗ്ലാസിയം, അതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ബജ്ര നമ്മുടെ കേരളത്തിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. നമ്മുടെ മക്കച്ചോളത്തിൻ്റെ അതേ ഒരു ഭംഗിയാണ് ഇതിൽ കാണുന്നത്. വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മനോഹരമായ ദൃശ്യം. ഇത് മില്ലറ്റ് വർഗത്തിൽപ്പെട്ടതാണ്. എന്താണ് മില്ലറ്റ്? ധാന്യവർഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത്. ആ ചെറുധാന്യത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് ബജ്ര. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ മുണ്ടേരി ഫാമിൽ വന്നാൽ മതി. ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണിത്, അഥവാ ഇംഗ്ലീഷിൽ പൊട്ടാറ്റോ എന്ന് പറയുന്നു. സൊളാനം തുബറസം, അതാണ് ശാസ്ത്രീയ നാമം. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് താങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴും. ഉരുളക്കിഴങ്ങിൻ്റെ സാധാരണ രീതിയിൽ അതിൻ്റെ താഴത്താണ് ഇതിൻ്റെ കിഴങ്ങുണ്ടാവുക. ഏറ്റവും ചൂട്ടിലാണ് കിഴങ്ങുണ്ടാവുക. ഇതൊക്കെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്. നമ്മുടെ കറിയിൽ പ്രത്യേകിച്ച് കേരളീയർ ഉരുളക്കിഴങ്ങില്ലാത്ത ഒരു കൃഷിയുമില്ല, ഒരു കറിയുമില്ല. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരളീയർ ഈ ഉരുളക്കിഴങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. ശരീരത്തിന് ഏറ്റവും ഊർജ്ജം നൽകുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു
സംഗതിയാണ് ഉരുളക്കിഴങ്ങ്. പ്രത്യേകിച്ച് ഭൂമിൻ്റെ അടിയിലുള്ള എല്ലാ കിഴങ്ങുകളും ശരീരത്തിന് നല്ലവണ്ണം ഊർജ്ജം തരുന്നു. ഉസൈൻ ബോൾട്ട് പോലത്തെ വലിയ വലിയ ഓട്ടക്കാർ കിഴങ്ങ് വർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇത് പച്ചമുളകാണ്, അഥവാ ഇംഗ്ലീഷിൽ ചില്ലി. ശാസ്ത്രീയ നാമം ക്യാപ്സിക്കം അന്നൂവും, അതാണ് ശാസ്ത്രീയ നാമം. മുളക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ ഒരു 15 പച്ചമുളകിൻ്റെ മൂടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് മുളക് വാങ്ങണ്ട. സാധാരണ രീതിയിൽ 100-150 രൂപ ഓവറേജ് ഒരു കിലോ മുളകിന് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ വളരെ സുലഭമായി ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഗ്രോ ബാഗിൽ ഇത് ധാരാളമായി ഉണ്ടാകും. ലോകത്ത് പലതരത്തിലുള്ള മുളകുകളുണ്ട്. എരിവുള്ളതുണ്ട്, എരിവില്ലാത്തതുണ്ട്, പല കളറിലുള്ള മുളകുകളും ഉണ്ട്. ഈ കാണുന്നത് തക്കാളിയാണ്, ടൊമാറ്റോ, ഇംഗ്ലീഷിൽ ടൊമാറ്റോ എന്ന് പറയുന്നു. സൊളാനം ലിക്കോപെർസിയം, അതാണ് ശാസ്ത്രീയ നാമം. നമ്മുടെ നാട്ടിൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന തക്കാളിയുടെ കുരു കുഴിച്ചിട്ടാൽ ഒരിക്കലും തക്കാളി ഉണ്ടാവുകയില്ല. ഹൈബ്രിഡ് തൈ കർണാടക, തമിഴ്നാട് എന്നുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ തക്കാളി ഉണ്ടാവുകയുള്ളൂ. ഒരു 10 മൂട് തക്കാളിൻ്റെ തൈ ഉണ്ടെങ്കിൽ ധാരാളമായി നമുക്ക് തക്കാളി പറിക്കാം. ഏറ്റവും കൂടുതൽ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ഒരു ഇനമാണ് തക്കാളി. ചില സമയത്ത് 200 രൂപ വരെ വരുന്നുണ്ട്. നമ്മുടെ കറിയിൽ ഇത് ഒഴിച്ചുവിടാനാത്ത ഒരു സംഗതിയാണ് തക്കാളി.